ബേസിൽ പാറേക്കുടി, ഈ പാറ്റകൾക്ക് പിന്നിൽ എന്തെന്ന് കൂടുതൽ വ്യക്തമാകുന്നു? വളരെ സിമ്പിൾ. അതായത് ഇതില് പാർട്ടികൾക്ക് പിന്നിൽ എന്തെന്ന് വ്യക്തമാകുന്നു. അതിലുപരിയായിട്ട് ഇതിന്റെ അകത്ത് ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷത്തിലുപരിയായിട്ട് ഇന്ത്യയുടെ മണ്ണില് BJP-യുടെ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സമരം, അതായത് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കൾ ഒരുമിച്ച് ഒരു സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും നമുക്ക് എല്ലാവർക്കും അറിയാം, BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഇന്റലിജൻസിന് വേറെ എന്തായിരുന്നു പണി? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കൃത്യമായി പറയാം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അതുപോലെ പാർലമെന്റ് അറ്റാക്ക് മുതൽ നമുക്ക് എല്ലാവർക്കും പറയാം, പാർലമെന്റ് അറ്റാക്ക് മുതൽ ചൈനയുടെ കടന്നുകയറ്റം മുതൽ BJP-യുടെ സർക്കാർ ഇരിക്കുമ്പോഴാണ് നടന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മിലിറ്ററി കോൺവോയ് വരെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്തു? ആക്രമിക്കപ്പെട്ടു. ആര് ഭരിച്ചപ്പോ? BJP ഗവൺമെന്റ് ഭരിച്ചപ്പോ. ഇങ്ങനെയുള്ള കഴിവില്ലാത്ത, കെടുകാര്യസ്ഥതയില്ലാത്ത ഒരു കൂട്ടം വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുമ്പോ ഇതിന്റെ അപ്പുറത്ത് സംഭവിക്കും. ഇത് ഈ സമരം എത്ര നാൾ കഴിഞ്ഞു? ഇന്റലിജൻസിന് എന്ത് റിപ്പോർട്ട് കിട്ടിയില്ല? കിട്ടിയില്ല? ആരാണ്ട് പറഞ്ഞ പോലെ പശുവും ചത്തു, മോരിലെ പുളിയും പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ ഈ ഏർപ്പാടായിട്ട് വരുന്നത്? അപ്പോ ഞാൻ പറഞ്ഞത് ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. പരീക്ഷാ പേപ്പർ ചോർന്നതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സമരകാലത്ത് ജന്തർ മന്ദറിൽ പോയി വന്നവരാണ് പിടിയിലായതെന്നാണ്. ആ വാർത്ത ഒരുപക്ഷെ പുറത്തു വന്നത് ഇപ്പോഴാകും. കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ പല പ്രതികളും വലയിലായ ശേഷമാണ് നമ്മൾ വലയിലായി എന്ന വാർത്ത പോലും, അതായത് പിടിക്കപ്പെട്ട ശേഷമാണ് വലയിലാകുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിലാണെന്ന വാർത്തകൾ പോലും പുറത്തു വരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഡൽഹി പോലീസ് ആ പിള്ളേരെ ഈ പറയുന്ന പോലെ ലാത്തി കൊണ്ടും ഈ പറയുന്ന പോലെ പെല്ലറ്റ് ഗണ്ണൊക്കെ ഉപയോഗിച്ച് ആ പിള്ളേരെ തല്ലിച്ചതച്ചതിന്റെ പകുതി, അതിന്റെ ഒരു അംശം ആത്മാർത്ഥത കാണിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന വേറെ ആൾക്കാരെയൊക്കെ എന്നെ പിടിച്ച് അകത്തിടായിരുന്നു. അപ്പൊ എന്താ ചെയ്തേ? പിള്ളേരെയൊക്കെ തല്ലിച്ചതയ്ക്കാൻ നല്ല ഉഷാറായിരുന്നു. ആ സമരം ന്യായമായ ഒരു സമരമായിരുന്നു, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ആ സമരത്തിന്റെ അകത്തേക്ക് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ സിസ്റ്റം, ദ ഇന്റലിജൻസ് സിസ്റ്റം ഈസ് ടോട്ടൽ ഫെയിലിയർ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഇത്രയും നാൾ വേണ്ടാണോ അതിന്റെ കാര്യങ്ങൾ പുറത്തു? ഇത്ര അടയിരിക്കുമായിരുന്നു, അതിന്റെ മേളിൽ മുട്ട ഇരിക്കാൻ വെച്ചേക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ ആ ഫെയിലിയർ അംഗീകരിക്കണം. ഇന്ന് ജനം TV ഡിബേറ്റിന് വേണ്ടി ടോപ്പിക് തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്ത് ചെയ്യണം? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ പരാജയമാണത്. നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആണ്. BJP എന്നൊക്കെ ഭരിച്ചിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാർലമെന്റിലേക്ക് ഉൾപ്പെടെ നടന്ന സംഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ഈ പറയുന്നവർ ഒരു മിലിറ്ററി കോൺവോയ് ആക്രമിക്കപ്പെടുന്നത് ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോൾ ഉണ്ടായിട്ടുണ്ട്? അപ്പൊ ഇതുപോലെയുള്ള ഫെയിലിയർ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. അക്കാര്യത്തിൽ എന്നാണ് ഇനി അച്ചാദിൻ വരുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അവിടെ സാമ്രാജ്യക്ക് ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച അച്ചാദിൻ? സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അച്ചാദിൻ?